ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡോർ മാറ്റാണ് ചെയ്യുന്നത്. ചെറിയ കട്ട് പീസ് തുണികൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വീതി 24 ഇഞ്ചാണ്. ഇഞ്ച് വെഡ്ത്താണ് ഇതിന്, 16 ഇഞ്ച് നീളം, 24 ഇഞ്ച് വീതിയാണ്. ഇത് 5 ലെയറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ക്ലോത്ത്. മുകളിൽ ജീൻസിൻ്റെ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ 24 ഇഞ്ചിൻ്റെ ഹാഫ് എടുത്ത് നമ്മൾക്ക് 12 ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ 24 ഇഞ്ചിൻ്റെ ഹാഫ് എടുത്ത് 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ആ രണ്ട് സൈഡിലും 12 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തണം. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്താലും മതി. ഇപ്പം നമ്മൾ ആ 12 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടുന്ന് കോർണറിലോട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ അടയാളപ്പെടുത്തിയത് 12 ഇഞ്ച്. അവിടുന്ന് നമുക്ക് ആ കോർണറിലോട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡും ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തിയത് അവിടുന്ന് കോർണറിലോട്ട് ഇതേപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 5 ലെയറായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് തിക്നെസ് കിട്ടും. ശേഷം എല്ലാം കൂടി നമ്മൾക്കൊന്ന് പിൻ ചെയ്ത് വെക്കണം, മാറിപ്പോകാതിരിക്കാൻ. അപ്പോൾ അവിടെയും കൂടി നമ്മൾ ആ കോർണർ സെൻറ്റർ ഭാഗത്തു നിന്ന് കോർണറിലോട്ട് നമ്മളൊന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ഒന്ന് മാർക്ക് ചെയ്തു. ൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. അവിടുന്ന് കോർണറിലോട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 3 പാർട്ടായിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ തുണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് എളുപ്പമാണ്. നമ്മൾക്ക് 2 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് അരികുവശം ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ആ റൈറ്റ് സൈഡ് നമ്മൾ ആ സെൻറ്റർ പോർഷൻ വരച്ചെടുത്തുനിന്ന് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം അതിൻ്റെ മുകളിൽ അതിലോട് ചേർന്ന് തന്നെ അടുത്ത സ്ട്രിപ്പ് വെച്ച് വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ആ ലൈൻ വരച്ച് ഇപ്പോൾ 2 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ്, 2 ഇഞ്ചിൻ്റെ സ്ട്രിപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്ട്രിപ്പ് വെക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം. നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ
നമ്മൾ തിരിച്ച് നല്ല വശം ചേർത്ത് വരുമ്പോൾ ആ മാർക്ക് ചെയ്തിരിക്കുന്നിടത്തോട് വരുന്നു എന്ന് നോക്കിയിട്ട് വേണം നെക്സ്റ്റ് സെക്കൻഡ് സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അത്രയും എക്സ്ട്രാ കിടക്കണം നമുക്ക്. അങ്ങനെ വെച്ച് സെക്കൻഡ് സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആ ലൈൻ പോയിട്ടുള്ളിടത്ത് വരെ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ, ആ മിഡിൽ പോർഷൻ മാത്രം. ശേഷം അതിനെ ചുളിവില്ലാതെ നല്ല സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാം. ഞാൻ മുട്ടുസൂചിയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്ട്രിപ്പ് ഇതുപോലെ തന്നെ അതിനോട് ചേർത്ത് നല്ല വശം ചേർത്ത് വേണം വയ്ക്കാൻ. കുറച്ച് എക്സ്ട്രാ ഇട്ടിട്ട് ആ ലൈൻ പോകുന്നിടത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ ഓരോ സ്ട്രിപ്പും ആ മിഡിൽ പോർഷൻ ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത്ര എക്സ്ട്രാ ഇട്ടിട്ട് വേണം. വീണ്ടും നമ്മൾക്ക് ഓരോ സ്ട്രിപ്പും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് പിൻ ചെയ്ത് വെക്കണം. ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം ഓരോ സ്ട്രിപ്പും സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്ന് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം. ശേഷം ആ ഭാഗം ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈൻ പോയിട്ടുള്ള ഭാഗം എക്സ്ട്രാ ഉള്ള അത് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. ഇപ്പോൾ രണ്ട് സൈഡും ഞാൻ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കോർണർ ഭാഗമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. അതും ഇതേ അളവിൽ തന്നെ ഓരോ സ്ട്രിപ്പ് എടുത്ത് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലായിട്ട് തുണിയുടെ നല്ല വശം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സെക്കൻഡ് സ്ട്രിപ്പ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഒരു ഭാഗം ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ബാലൻസ് അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് തിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ ഒരു കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ സെയിം കളർ സ്ട്രിപ്പാണ് ഞാൻ ഈ ഭാഗത്തും സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ആ ഭാഗവും ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക.
അപ്പോൾ ഞാൻ രണ്ട് ഭാഗവും ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. രണ്ട് കോർണർ ഭാഗം, മിഡിൽ പോർഷനും, അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കളറ് സെറ്റ് ചെയ്ത് വെക്കണം. സ്ട്രിപ്പ് ഒരേപോലുള്ളത് 2-3 പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് തയ്ക്കാം. ഞാൻ കോർണർ ഭാഗം രണ്ടും ഒരേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള, ഒരേ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ശേഷം നമ്മൾക്ക് പൈപ്പിംഗ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ മിഡിൽ ഭാഗത്ത് നമ്മളിതുപോലെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് 2 ഭാഗവും ഒരേ കളറ് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ 2 സൈഡ് ഞാൻ കോർണർ ഭാഗം ഒരേപോലെ തന്നെയാണ് സ്ട്രിപ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കാം, ഇല്ലെങ്കിൽ ഉള്ളത് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ഡോർമാറ്റ് തന്നെയാണിത്. ഓക്കെ, താങ്ക് യു.